അങ്ങനെ ഇപ്പോൾ നമുക്ക് ഡെഡ്പൂൾ വെസ് കാർണേജിൻ്റെ പാർട്ട് 2 പോകാം. പക്ഷേ ഇതിനു മുമ്പുള്ള പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. ഇപ്പോൾ ആ കാർണേജിൻ്റെ ലവറായ സ്ട്രീക്കിൻ്റെ അറ്റാക്കേറ്റ് ഡെഡ്പൂൾ വീണതുകൊണ്ട് ഡെഡ്പൂളിൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെട്ട കാർണേജ് ഇപ്പോൾ ഡെഡ്പൂളിൻ്റെ വയറ്റിൽ തൻ്റെ ഒരു കൈ കുത്തി കയറ്റിയിട്ട് ഡെഡ്പൂളിനോട് നീ എങ്ങനെയാണ് തന്നെ കണ്ടുപിടിച്ചതെന്നും പോലീസുകാർക്കും ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും പക്ഷേ നീ മാത്രം തന്നെ എങ്ങനെ കണ്ടുപിടിച്ചുവെന്നും താൻ വളരെ ബുദ്ധിപൂർവ്വം തന്നെ കണ്ടുപിടിക്കാതിരിക്കുവാനായി ഒരു തെളിവും ഉണ്ടാക്കാതെയാണ് കൊലപാതകങ്ങൾ ചെയ്തതിന് ശേഷം ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതെന്നും അതുകൊണ്ട് മര്യാദയ്ക്ക് നീ എങ്ങനെയാണ് തന്നെ കണ്ടുപിടിച്ചതെന്ന് തന്നോട് പറയുവാൻ കാർണേജ് ഡെഡ്പൂളിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ നമ്മുടെ ഡെഡ്പൂള് ഈ ലോകം അഥവാ പ്രപഞ്ചം നിന്നെ കണ്ടുപിടിക്കാനുള്ള വഴികൾ തൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തനിക്ക് തന്നുവെന്ന് കാർണേജിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ കാർണേജ് സൈക്കോ കില്ലേഴ്സിന് മനസ്സിലാകുന്ന രീതിയിൽ പറയുവാൻ ഭയങ്കര ദേഷ്യത്തോടെ ഡെഡ്പൂളിനോട് പറഞ്ഞതും അന്നേരം തന്നെ ഡെഡ്പൂള് താൻ മനസ്സിലാകുന്ന രീതിയിൽ നിനക്ക് പറഞ്ഞു തരാമെന്നും ഞാൻ എങ്ങനെയാണ് നിന്നെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നീ ഒരു മുഴുവട്ടനായ സൈക്കോ കില്ലർ ആയതുകൊണ്ട് നീ എവിടെ ഒളിച്ചിരുന്നാലും തനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നും കാരണം നിന്നെപ്പോലെ തന്നെ കുറച്ചധികം ഭ്രാന്ത് തനിക്കുമുണ്ടെന്നും അപ്പോൾ നിൻ്റെയും തൻ്റെയും ഭ്രാന്തിനെ കണക്ട് ചെയ്താണ് താൻ നിന്നെ കണ്ടുപിടിച്ചതെന്ന് ഡെഡ്പൂൾ കാർണേജിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ കാർണേജ് നീ പറയുന്നതെല്ലാം നുണയാണെന്നും നീ എന്തോ അബദ്ധവശാലും തന്നെ കണ്ടുപിടിച്ചതാണെന്നും തന്നെ കണ്ടുപിടിക്കാനോ തന്നെ കൊല്ലാനോ ഇല്ലാതെയാക്കാനോ ഈ ലോകത്തുള്ള ആർക്കും സാധിക്കില്ല എന്നും മാത്രമല്ല ഇനി ഒരിക്കൽ കൂടി അബദ്ധവശാൽ നീ എന്നെ കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് കാർണേജ് ഇപ്പോൾ ഡെഡ്പൂളിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് ഡെഡ്പൂളിനെ ടോർച്ചർ ചെയ്ത് ഡെഡ്പൂളിനെ ഇല്ലാതെയാക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പോൾ കാർണേജ് ഡെഡ്പൂളിനെ ഭയങ്കരമായി ടോർച്ചർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ കാർണേജിനോട് നിനക്ക് മ്യൂസിക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഡെഡ്പൂൾ പറഞ്ഞത് കേട്ടതും തൻ്റെ അറ്റാക്ക് എല്ലാം ഏറ്റ് ഡെഡ്പൂളിൻ്റെ തലയിലെ കിളിയെല്ലാം പറന്നു പോയതായിരിക്കുമെന്ന് കാർണേജ് തൻ്റെ കാമുകിയായ സ്ട്രീക്കിനോട് പറഞ്ഞ് സന്തോഷിച്ചതും അപ്പോൾ തന്നെ ഡെഡ്പൂൾ തൻ്റെ പാൻറ്റിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന 2 സ്പീക്കർ ഓണാക്കിയതും അതിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ ഭയങ്കര ശബ്ദത്തിൽ ഒരു മ്യൂസിക് പുറത്തേക്ക് വന്നതും അപ്പോൾ തന്നെ അത്രയും വലിയ സൗണ്ട് കാരണം കാർണേജ് ഭയങ്കരമായി വേദനിച്ച് കരയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പോൾ ഭയങ്കര വേദനയോടെ കരയുന്ന കാർണേജിനോട് നിൻ്റെ അച്ഛനായ വെനത്തിൻ്റെ കൂടെ താൻ കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ടെന്നും വെനത്തിന് ഭയങ്കരമായ വോളിയത്തിലുള്ള സൗണ്ടൊന്നും ഇഷ്ടമില്ല എന്നും അതുകൊണ്ട് തന്നെ നീ വെനത്തിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നിനക്ക് സൗണ്ട് ഒരു ബലഹീനതയാണെന്നും ഡെഡ്പൂൾ കാർണേജിനോട് പറഞ്ഞതും അന്നേരം തന്നെ ആ സ്ട്രീക്ക് തൻ്റെ കാമുകനായ ക്ലീറ്റസിന് വേണ്ടി തൻ്റെ സോണിക് ബ്ലാസ്റ്റ് ഉപയോഗിച്ച് ഡെഡ്പൂളിൻ്റെ ആ 2 സ്പീക്കറുകളും പൊട്ടിച്ച് കളയുകയാണ്. അപ്പോൾ തന്നെ കാർണേജിന് ഭയങ്കര സന്തോഷമാവുന്നു. അന്നേരം തന്നെ നമ്മുടെ ഡെഡ്പൂൾ സന്തോഷിക്കാൻ വരട്ടെ എന്നും നിന്നെ നശിപ്പിക്കാൻ തൻ്റെ അടുത്ത് വേറെ വെപ്പൺസ് ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ഗ്രനേഡ് എടുത്ത് കാർണേജിൻ്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞതും അപ്പോൾ തന്നെ ആ ഗ്രനേഡുകൾ പൊട്ടാത്തത് കണ്ട് ഡെഡ്പൂൾ ഞെട്ടിപ്പോവുകയാണ്. അന്നേരം തന്നെ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഗ്രനേഡുകളാണെന്ന് പറഞ്ഞ് ഡെഡ്പൂളിനെ കാർണേജ് കളിയാക്കിയതും അപ്പോൾ തന്നെ ഡെഡ്പൂൾ ഈ ഗ്രനേഡുകൾ പൊട്ടണമെങ്കിൽ തൻ്റെ കയ്യിലുള്ള ഒരു ഡിവൈസ് ഓണാക്കണമെന്നും ആ കാര്യം താൻ മറന്നുപോയെന്നും പറഞ്ഞ് ഡിവൈസ് ഓണാക്കിയതും അപ്പോൾ തന്നെ ആ ഗ്രനേഡുകളെല്ലാം പൊട്ടിത്തെറിക്കുകയാണ്. ഇപ്പോൾ കാർണേജ് സ്ട്രീക്കും ആ പൊട്ടിത്തെറിയിൽ മരിച്ചുപോയെന്ന് വിചാരിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന ഡെഡ്പൂളിൻ്റെ വയറ്റിനിട്ട് ഇപ്പോൾ കാർണേജ് തൻ്റെ ഒരു കൈ കൊണ്ട് കുത്തിയിട്ട് ഡെഡ്പൂളിൻ്റെ വയറ് കീറി കുടൽമാലയൊക്കെ പുറത്തിടുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ആ സ്ട്രീക്ക് തൻ്റെ പറക്കാനുള്ള പവർ ഉപയോഗിച്ച് കാർണേജിനെയും കൊണ്ട് ആ പൊട്ടിത്തെറിയിൽ നിന്നും പറന്നു മാറി. അതുകൊണ്ട് തന്നെ കുറച്ച് പരിക്കുകളെ കാർണേജിന് സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അത് കണ്ടതും ഇത് കള്ളക്കളിയാണെന്നും ഞാനും നീയുമായിട്ടുള്ള ഫൈറ്റ് പറക്കാൻ കഴിവുള്ള നിന്റെ കാമുകി നിന്നെ രക്ഷിച്ചുവെന്നും എനിക്കും കാമുകി ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെയും രക്ഷിക്കുമായിരുന്നുവെന്ന് കാർണേജിനോട് പറഞ്ഞ് ഡെഡ്പൂളിൻ്റെ ബോധം പോവുകയാണ്. അപ്പോൾ തന്നെ കാർണേജും സ്ട്രീക്കും അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം ബോധം വന്ന ഡെഡ്പൂൾ കാർണേജിനെ കണ്ടുപിടിച്ച് ഫൈറ്റ് ചെയ്യുവാൻ വീണ്ടും തീരുമാനിക്കുകയാണ്. പക്ഷേ തൻ്റെ ഡ്രസ്സെല്ലാം കീറിപ്പോയത് കൊണ്ടും കയ്യിലുള്ള വെപ്പൺസ് എല്ലാം തീർന്നു പോയത് കൊണ്ടും ഇവിടെ അടുത്തുള്ള ഒരു സ്ഥാപനത്തിലെ ലോക്കറിൽ താൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡ്രസ്സും വെപ്പൺസും എടുക്കാനായി ഡെഡ്പൂൾ ആ സ്ഥാപനത്തിലേക്ക് ചെന്നപ്പോഴാണ് ആ ലോക്കറിൻ്റെ വാടക കുറേ നാളായി താൻ കൊടുക്കാത്തത് കൊണ്ട് ആ ലോക്കർ ആ സ്ഥാപനത്തിലെ ആളുകൾ മറ്റൊരാൾക്ക് വിറ്റത് ഡെഡ്പൂൾ അറിയുന്നത്. അപ്പോൾ തന്നെ ഡെഡ്പൂൾ തൻ്റെ ലോക്കർ വാങ്ങിച്ച ആളിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് തൻ്റെ സാധനങ്ങളെല്ലാം തിരിച്ചു മേടിക്കുകയാണ്. പിന്നീട് കുറേ നേരത്തിന് ശേഷം നമ്മുടെ ക്ലീറ്റസിനെയും ഷ്രീക്കിനെയുമാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവർ രണ്ടുപേരും ഒരു കാറിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്നതിനിടയിൽ സ്ട്രീക്ക് ഇനിയും ആ ഡെഡ്പൂൾ നിന്നെ അന്വേഷിച്ച് വരുമോ എന്ന് ക്ലീറ്റസിനോട് ചോദിച്ചതും ഇനി ഒരിക്കലും ആ ഡെഡ്പൂളിനെ എന്നെ കണ്ടെത്തുവാൻ സാധിക്കില്ല എന്നും കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഭാഗ്യം കൊണ്ടാണ് അവൻ എന്നെ കണ്ടെത്തിയതെന്നും ക്ലീറ്റസ് സ്ട്രീക്കിനോട് പറഞ്ഞു തീർന്നതും പെട്ടെന്ന് ആ കാറിൻ്റെ പുറകിലെ സീറ്റിൽ നിന്നും ഡെഡ്പൂളിൻ്റെ ശബ്ദം കേട്ട് ക്ലീറ്റസും സ്ട്രീക്കും ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കിയതും അവിടെ ആ കാറിൻ്റെ പുറകിലെ സീറ്റിൽ ഒരു ഡിവൈസ് ഇരിക്കുകയാണ്.
ആ ഡിവൈസിലൂടെയാണ് ഡെഡ്പൂൾ എവിടെയോ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലീറ്റസ് ആ കാർ എവിടെ നിന്നോ മോഷ്ടിച്ചതായിരുന്നു. ആ കാറ് മോഷ്ടിക്കാൻ വേണ്ടി ക്ലീറ്റസിൻ്റെ മുന്നിൽ കാറ് കൊണ്ടുചെന്ന് വെച്ചത് നമ്മുടെ ഡെഡ്പൂളും. അങ്ങനെ ഇപ്പോൾ ഡെഡ്പൂൾ എവിടെ ഇരുന്നാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ക്ലീറ്റസും ഷ്രീക്കും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കെ എല്ലായിടത്തും നോക്കുകയാണ്. അപ്പോൾ തന്നെ ഡെഡ്പൂൾ മറ്റേ ഡിവൈസിലൂടെ എന്നെ കാണണമെങ്കിൽ മുന്നോട്ട് നോക്കിയാൽ മതിയെന്ന് ക്ലീറ്റസിനോടും ഷ്രീക്കിനോടും പറഞ്ഞതും അന്നേരം തന്നെ മുന്നോട്ട് നോക്കിയ ക്ലീറ്റസും ഷ്രീക്കും എന്തോ കണ്ട് ഭയങ്കരമായി ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ കൃഷിസ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുള്ള കൊമ്പൈൻ ഹാർവസ്റ്റർ എന്ന ഒരു വലിയ വണ്ടി ഓടിച്ചുകൊണ്ട് ഡെഡ്പൂൾ ഇപ്പോൾ ക്ലീറ്റസിൻ്റെ കാറിൻ്റെ മുന്നിൽ വന്നിട്ട് തൻ്റെ വണ്ടി ഉപയോഗിച്ച് ഡെഡ്പൂൾ ആ കാറിനെ ഇടിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ക്ലീറ്റസിൻ്റെ ലവറായ ഷ്രീക്കിന് ആ അപകടത്തിൽ പരിക്ക് പറ്റി ബോധം പോവുകയാണ്. ഇപ്പോൾ അത് കണ്ടതും ഭയങ്കര ദേഷ്യത്തിൽ ക്ലീറ്റസ് കാർണേജായി രൂപം മാറി ഡെഡ്പൂൾ ഇരിക്കുന്ന വണ്ടിയുടെ മേളിൽ ചാടിക്കയറിയിട്ട് ആ വണ്ടിക്കകത്തു നിന്നും ഡെഡ്പൂളിനെ പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് ഡെഡ്പൂളിനോട് നീ എൻ്റെ ഷ്രീക്കിനെ പരിക്കേൽപ്പിച്ചുവെന്നും അതുകൊണ്ട് തന്നെ അവസാനമായി നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാമെന്നും നമ്മളിൽ ഒരാൾ മാത്രമേ ഇന്ന് ഇവിടുന്ന് ജീവനോടെ പോകുള്ളൂവെന്ന് കാർണേജ് ഡെഡ്പൂളിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഡെഡ്പൂൾ ഞാൻ തയ്യാറാണെന്ന് കാർണേജിനോട് പറയുകയാണ്.